FCRA ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു PC ജോർജ്. സഭാ അധികാരികൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നത് ദുഃഖകരമാണ്. കോൺഗ്രസിന്റെ കുപ്പായമിട്ട് വൈദികർ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല. നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് കൊണ്ട് ക്രിസ്ത്യാനിക്ക് ഒരു കുഴപ്പവുമില്ലെന്നും PC ജോർജ് പറഞ്ഞു. FCRA പ്രശ്നം എന്താ വെച്ചാൽ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ നിയമം കൊണ്ടുവരുന്നതുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കോ ക്രിസ്ത്യാനിക്കോ ഒരു കുഴപ്പമില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസംഘടിതമായ ഭാഷയെ പറഞ്ഞിട്ടുണ്ട്. അസംഘടിതമായ ഭാഷയാണ്. പിന്നെ ഇന്ന് പേടിക്കുന്നു, പിന്നെ ഇന്ന് പ്രസ്താവനയായിട്ട് കിടക്കുന്നു. ആ പ്രസ്താവന ഒരു കാര്യമില്ല. അതൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അതിനകത്ത് ആരും ഇടപെടാൻ പാടില്ല. സഭാധികാരികൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നത് ദുഃഖകരമാണ്. അത് പറയേണ്ടി വരും. അത് പറയുമ്പോൾ ഇടങ്ങിയിട്ട് കാര്യമില്ല. അത് പറയാതിരിക്കാനും കഴിയില്ല. അജിത്ത് വിവരങ്ങളുമായി ചേർന്നുണ്ട്. അജിത്തെ, നമുക്കറിയാവുന്ന പോലെ ക്രിസ്ത്യൻ സഭകളൊക്കെ വലിയ ആശങ്ക പ്രകടിപ്പിക്കുമ്പോഴും സഭയിൽ ഇന്ന് ബില്ല് അവതരിപ്പിക്കുന്നു, പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം ഉയർത്തുമെന്ന് പറയുമ്പോഴും ഒന്നും പേടിക്കാനില്ല എന്ന് BJP നേതാക്കൾ പറയുന്നുണ്ട്. അതേ ഭാഷ്യം തന്നെ PC ജോർജിന്. സേതുലക്ഷ്മി, ഏതാണെങ്കിലും ഈ PC ജോർജിന്റെ ഈ പ്രതികരണത്തിൽ ചില കാര്യങ്ങൾ പ്രധാനമായും പറയുന്നത്, അമിത്ഷാ പറഞ്ഞതിന് ശേഷവും അസന്നിഗ്ധമായ ഭാഷയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞതിന് ശേഷവും പിന്നെ എന്തിനാണ് പ്രസ്താവന കൊണ്ട് നടക്കുന്നത്? പാലായിലെ പിതാവും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പിതാവും ഒന്നും ഇക്കാര്യത്തിൽ അങ്ങനെ മോശമായി പെരുമാറുന്നവരല്ല. പക്ഷേ ചില വൈദികരുണ്ട്, അവർ കോൺഗ്രസിന്റെ കുപ്പായമിട്ടാണ് അഭിപ്രായം പറയുന്നത്. വൈദികർ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സഭ ആലോചിക്കണം, രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ അഭിപ്രായം പറയുമ്പോൾ ആലോചിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ പ്രതികരണം എന്നുൾപ്പെടെ ഓർക്കണം. കാരണം വൈദികർ കോൺഗ്രസിന്റെ കുപ്പായമിട്ടാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞതെന്നുൾപ്പെടെ PC ജോർജ് പറയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യേക ചെറുപ്പവും അത് കേരളത്തിലാകെ ചർച്ചയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഏതാണെങ്കിലും കഴിഞ്ഞ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ PC ജോർജ് പറഞ്ഞത് ഊളത്തരം പറയുന്ന വൈദികർ എന്നാണ്. അത്തരത്തിൽ ആ പ്രസ്താവനയും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ പ്രസ്താവനയടക്കം BJPക്ക് അത്ര ഗുണകരമല്ല. കേരളത്തിലാകെ ഉണ്ടാവുന്ന സഭയുടെ പ്രതിഷേധം, സഭയുടെ എതിർപ്പ്, അതിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഏതാണെങ്കിലും സംസ്ഥാനത്തടക്കം മധ്യകേരളത്തിലടക്കം നേരത്തെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഈ ആളുകളെ തീരുമാനിക്കുന്നതിലുൾപ്പെടെ BJP ശ്രദ്ധ കാണിച്ചെങ്കിലും ഈ അവസാന നിമിഷം FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ, കാര്യങ്ങളൊക്കെ അറിയുകയായിരുന്നു നമ്മൾ. ഇന്നിപ്പോൾ സഭയിൽ ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയം അവതരിപ്പിക്കും. എന്താവും പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ്, എന്താകും, ഇതിലൊരു ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറാകുമോ എന്നതൊക്കെ നമുക്കിനി കാത്തിരുന്നറിയണം. 10 മണിയോടുകൂടി ചർച്ചയ്ക്ക് എടുക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്.